ശരത്ത്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. പിറ്റേ ദിവസം തന്നെ കോടതിയിൽ ഇഡി കൊണ്ടുപോയി കുറ്റപത്രം കൊടുക്കുകയാണ് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ആ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് പോയതെന്ന്. അതിലെ പ്രതികളെയെല്ലാം പിടികൂടുന്നു. അതുമാത്രമല്ല, അവരുടെ സ്വത്ത് മരവിപ്പിക്കുന്ന നടപടികളടക്കം നമ്മൾ കണ്ടതാണ്. ക്രൈംബ്രാഞ്ച് പ്രതിയാക്കിയ വ്യക്തികളെ മാപ്പുസാക്ഷികളടക്കമാക്കിക്കൊണ്ടാണ് ഇവിടെ CPIM നേതാക്കൾക്കെതിരെ ഇഡിയുടെ തിരക്കഥ നമുക്ക് കുറ്റപത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇന്നൊരു പ്രതിഷേധ കടലാകുമോ തൃശൂർ? മനു, ഗുഡ് മോർണിംഗ്. മനു പറഞ്ഞ പോലെ തന്നെ ഈ ക്രൈംബ്രാഞ്ച് ഇതിനകത്ത് കൃത്യമായിട്ട് കുറ്റക്കാരൊക്കെയാണെന്ന് കണ്ടെത്തിയിരുന്നു. അവരുടെ സ്വത്ത് മരവിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിലേക്ക് വന്നോട് കൂടിയിട്ട് ഈ പ്രധാനപ്പെട്ട ഈ കുറ്റക്കാരെല്ലാം തന്നെ മാപ്പുസാക്ഷികളായി മാറുകയും CPMൻ്റെ ജില്ലയിലെ മുതിർന്ന 3 നേതാക്കളെ, മുൻ ജില്ലാ സെക്രട്ടറിമാരായ 3 നേതാക്കളെ പ്രതികളാക്കുകയും CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ തന്നെ 68ാമത്തെ പ്രതിയായിട്ട് ഇഡി കഴിഞ്ഞ ദിവസം ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് തന്നെ CPM വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി സമർപ്പിച്ച ഈ കുറ്റപത്രത്തിനെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ശക്തമായി തന്നെ നേരിടുമെന്ന്. അതിൻ്റെ ആദ്യഘട്ടം എന്നോണമാണ് ഇന്നലെ ലോക്കൽ തലങ്ങളിൽ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ മറ്റൊരു രീതിയിലേക്ക് കടക്കുകയാണ്. ജില്ലാതലത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. രാവിലെ 10:30 തൃശ്ശൂർ നഗരത്തിലെ CM സ്കൂളിന് സമീപത്ത് നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് വെച്ച് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇഡിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളെല്ലാം അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വാർത്തകളായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കൃത്യമായ രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ട് ഇത്തരത്തിലൊരു കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കപ്പെട്ട CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി AC മൊയ്തീൻ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറയുകയുണ്ടായി. തൻ്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തി തൻ്റെ മകളുടെയും ഭാര്യയുടെയും അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ മകളുടെയും ഭാര്യയുടെയും അക്കൗണ്ട് മരവിപ്പിച്ചതിന് നീതി നിഷേധം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. തൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും CPMനെയും CPM നേതാക്കൾക്കുമെതിരെ ഒരു തെറ്റായ ഒരു പ്രശ്നക്കാരാണ് എന്ന രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കാനുമാണ് ഇഡി ഈ കേസിൻ്റെ തുടക്കം തൊട്ട് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇഡിയുടെ നീക്കങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി നിലമ്പൂർ കൂടി ഇതിലേക്ക് വലിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ CPM രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് സംസ്ഥാന സെക്രട്ടറി തന്നെ വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഘട്ടം എന്ന നിലയിലാണ് ഇന്നത്തെ പ്രതിഷേധ മാർച്ചിനെ കാണുന്നത്. എന്തായാലും ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്ന് നടക്കുന്ന പ്രതിഷേധ മാർച്ചിലും അതിനുശേഷമുള്ള പ്രതിഷേധ യോഗത്തിലും പങ്കെടുക്കും എന്ന് തന്നെയാണ് നേതാക്കളെല്ലാം പറയുന്നത്. മനു.